കാട്ടാനശല്യത്തിൽ പരിഹാരം കാണാൻ വനം വകുപ്പ് തയ്യാറാകാത്തതിൽ വേങ്ങൂർ പാണിയേലി ഇക്കോ ടൂറിസം പോയിന്റ് ഉപരോധിച്ച നാട്ടുകാർ. ടിക്കറ്റ് കൗണ്ടർ ഉപരോധിച്ച പ്രദേശവാസികൾ ടൂറിസം പോയിന്റ് കാണുവാനെത്തിയ വിനോദസഞ്ചാരികളെ മടക്കി അയച്ചുകൊണ്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ വീട്ടിമോളം സ്വദേശി ശിവനെ കഴിഞ്ഞ ദിവസമാണ് ആന ആക്രമിച്ച സംഭവം ഉണ്ടായത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. അദ്ദേഹത്തിന്റെ ഇടതുകാൽ ഒടിഞ്ഞ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. എന്നിട്ടും വനം വകുപ്പോ സർക്കാരോ ഇക്കാര്യത്തിൽ സജീവ ഇടപെടൽ നടത്തിയില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. പരാതികൾ പലതവണ രേഖാമൂലവും അല്ലാതെയും നൽകിയിട്ടും ആനശല്യത്തിന് പരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറായില്ല എന്നാണ് സ്ത്രീകൾ അടക്കമുള്ള നാട്ടുകാർ പറയുന്നത്. ഒരു ബസ് വരില്ല, ഒരു ഓട്ടോറിക്ഷ വരില്ല, ഒരു ബൈക്ക് നേരെ ജോലി നടന്നു വരാൻ പറ്റില്ല. വണ്ടിയുടെ ടയറിന് മുക്കാ ഭാഗത്തോടും താഴും. അതിനകത്തൊരു ആനനെ കണ്ട എങ്ങനെ ഞങ്ങൾ ഈ ജില്ലത്ത് കുഞ്ഞുങ്ങൾ എനിക്ക് UKG പഠിക്കുന്ന വെച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വനാതിർത്തിയിലെ കുർബാനപ്പാറ വീട്ടിമോളം പ്രദേശങ്ങളിൽ വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ക്രോസ് ബാറാണ് ഏറ്റവും വലിയ പ്രശ്നം. അപകടത്തിൽപ്പെടുന്നവരെ വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് ഈ ക്രോസ് ബാർ തടസ്സവുമാണ്. ഇത് ഇവിടെ നിന്ന് മാറ്റുകയോ ഇതിന്റെ താക്കോൽ നാട്ടുകാർക്ക് നൽകുകയോ വേണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു മനുഷ്യർക്ക് ആപത്തോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വണ്ടി ആംബുലൻസ് കയറി വരേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല. ഞങ്ങൾക്ക് ഇവിടെ വന്നല്ല, ഫോറസ്റ്റുകാരുടെ അടുത്ത് ചെന്ന് നമ്മൾ പറഞ്ഞ് താക്കോല് മേടിച്ചു കൊണ്ടുവന്ന് തുറന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് വണ്ടി കയറ്റി കൊണ്ടുപോകണമെങ്കിൽ. അപ്പോഴത്തേക്ക് അവിടെ രോഗിയായിട്ട് കിടക്കുന്ന ആൾ ചത്തിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോഴും നമ്മൾ ഈ സാധനം ഇവരുടെ കൈ കൊണ്ട് കൊടുക്കണം. എന്നാലാണ് നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു തീരുമാനമുള്ളൂ. ഒരു റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് അപ്പടി കുണ്ടും കുഴിയായിട്ട് കിടക്കണ റോഡ്. പാണിയേലി ഇക്കോ ടൂറിസം മേഖലയിലെ ടിക്കറ്റ് കൗണ്ടർ ഉപരോധിച്ച് പ്രതിഷേധം ശക്തമായതോടെ വിഷയത്തിൽ കുറുപ്പമ്പടി പോലീസ് ഇടപെട്ടു. പോലീസിന്റെ ഇടപെടൽ ചെറിയ വാക്കേറ്റങ്ങൾക്കും കാരണമായി. അധികൃതർ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രതിഷേധക്കാരും പറഞ്ഞു. 8:30 സമയം 10 മണി. ഇന്ന് വരെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ടില്ല. 3 വണ്ടി അവിടെ കിടക്കുന്നത്, ഫുൾ ഓഫീസേഴ്സ് അവിടെ ഉണ്ട്. ഇതുവരെ ചോദിക്കാൻ ഞങ്ങൾ എവിടെ പോയി ചോദിക്കണം? ഞങ്ങൾ ആർട്ടിക്കിൾ 14, 19, 21 ഈ രാജ്യത്തെ ബാക്കി പൗരന്മാർക്കുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇതിൽ ഒരാളെ കടത്തിവിടില്ല. പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ റിമാൻഡ് ചെയ്യും. ഒരു തടസ്സപ്പെടുത്തി നോക്ക്, ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്യും, അതിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ റിമാൻഡ് ചെയ്യും. സംശയമൊന്നുമില്ല. എത്രയെങ്കിലും ദൂരെ നിന്ന് വരുന്ന ആൾക്കാരെ തടഞ്ഞിട്ടോളാം നിങ്ങളുടെ പ്രതിഷേധം സമരം നടത്തുന്നത്. അതാണ് സമരം. അതാണ് സമരം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവസാനം പോലീസിന്റെയും പ്രതിഷേധക്കാർക്കിടയിലെ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടന്നു. ചർച്ചയ്ക്കൊടുവിൽ നാട്ടുകാരുടെ ഭൂരിഭാഗം ആവശ്യങ്ങളും ഉടൻ തന്നെ നടപ്പിലാക്കാമെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തവുമാക്കി. ഇവരുടെ ഈ ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിന്നീട് പിരിഞ്ഞു പോയത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. അപ്പൊ മറക്കണ്ട, നേരെ സോൾട്ടിലേക്ക്. The Salt Fashion near Srinarayana Hall, Chullikal, Kochi.